പ്രമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ മരിച്ച ആൽവിന്റെ മൃതദേഹം വടകര കടമേരിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. അതിനിടെ വാഹന ഉടമ സ്ഥാപിത്തിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ഉണ്ടായത്. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുമുണ്ട്. കേസ് ജനുവരി 30 നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കും. വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ്, ഈ സംസ്കാര ചടങ്ങ് എപ്പോഴാണ് പൂർത്തിയായത്? ഈ കേസിൽ പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഈ വാഹനം ഏതാണ്, എന്താണെന്ന വിവരങ്ങളൊക്കെ വന്നിരുന്നല്ലോ. പോലീസ് നടപടികൾ കൃത്യതയോടെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? ദിവിഷെ, അല്പസമയം മുൻപ് ഇന്ന് വൈകിട്ടോടെയാണ് വടകര കടമേരി സ്വദേശിയായിട്ടുള്ള TK ആൽവിൻ്റെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചത്. അതായത് ഇന്നലെ ബീച്ച് റോഡിലുണ്ടായ പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെയുണ്ടായ അപകടത്തിലാണ് ആൽവിൻ മരിക്കുന്നത്. ഇവിടെ കോഴിക്കോട്ടെ ബീച്ച് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം ഇന്ന് 11:30യോടെയാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഒരുപക്ഷെ അത്രയധികം സമയമൊന്നും പൊതുദർശനത്തിന് ആൽവിൻ്റെ മൃതദേഹം വെച്ചിരുന്നില്ല. ഉടനെ തന്നെ വീട്ടിലേക്ക് എത്തിച്ച ഉടനെ തന്നെ കുറച്ച് സമയം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം ഉടനെ തന്നെ സംസ്കരിക്കുന്ന ചടങ്ങിലേക്ക് വീട്ടുകാർ കടക്കുകയായിരുന്നു. ഈ ആൽവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൽവിൻ ഈ വീട്ടുകാരുടെ ഒരു മോനാണ്. ഈ വീഡിയോഗ്രഫി അത്രത്തോളം പാഷനായിട്ടുള്ള ഒരാളായിരുന്നു. അത് കാരണം അദ്ദേഹം ഈ വീഡിയോഗ്രഫി കോഴ്സെല്ലാം പഠിച്ചതിന് ശേഷം വിദേശത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലിക്ക് പോയതായിരുന്നു. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ വൃക്കകൾക്ക് തകരാർ സംഭവിച്ച് അതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയും നടന്നിരുന്നു. എന്നാൽ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നാട്ടിലെത്തിയിരുന്നത്. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു കോഴിക്കോട്ടെ ബീച്ച് റോഡിൽ ഒരു റീൽ ചിത്രീകരണത്തിനായി ഇദ്ദേഹം വരുന്നതും ഈ റീൽ ചിത്രീകരണത്തിനായി അദ്ദേഹം തയ്യാറെടുക്കുന്നതുമെല്ലാം. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വളരെ ദുഃഖകരമായ ഒരു അപകടം സംഭവിച്ച് ഇയാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഇതിലിപ്പോൾ പ്രതികളായ സാബിത്ത്, അതായത് ഈ ആൽവിനെ ഇടിച്ച ബെൻസ് കാർ ഓടിച്ചിരുന്ന 999 എന്ന കടയുടെ ഉടമ കൂടിയായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾ എന്തായാലും പൂർത്തീകരിച്ചിരിക്കുകയാണ്.